ഗൈസ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഡോണറ്റ് മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ചെമ്മാണ് ഗൈസ്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ദീദിമാർ ഗിഫ്റ്റ് തന്നീനു. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല. ഒന്നാമത് എക്സാമാണ് ഗൈസ്. 2 വിദ്യാലയങ്ങളിലും മദ്രസയിലും സ്കൂളും എക്സാമാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഡോണറ്റ് മിനി നോട്ട്ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, അതിലേക്ക് വേണ്ട സാധനങ്ങൾ 3 A4 ഷീറ്റ് വേണം കേട്ടോ. പിന്നെ ഇതാ ഒരു സ്കെയിൽ വേണം. എൻ്റെ അടുത്ത് ചെറുതില്ലാത്തതുകൊണ്ട് ഞാൻ വലുതെടുത്തതാണ് കേട്ടോ. പിന്നെ ഗൈസ്, നമുക്ക് 2 അളവിലുള്ള ഗ്ലാസ് വേണം. ഒന്ന് ഡോണറ്റിൻ്റെ പുറത്തുള്ള ഭാഗം ഉണ്ടാക്കാനാണ്, എനിക്ക് പെട്ടെന്ന് പറയാറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉള്ള എന്താ പറയുക ഗൈസ്, 2 അളവിലുള്ള ഗ്ലാസ് വേണം. പിന്നെ ഒരു കത്രിക വേണം. പിന്നെ സ്റ്റാപ്ലെയറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പെൻസിൽ വേണം. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ഒരു സാധനമുണ്ട്, ഇത് ഗൈസ് എനിക്ക് കിട്ടിയ ബ്രഷ് പെൻസിൽ ആണ്, അതും കൂടി വേണം. പിന്നെ അതിൻ്റെ പുറത്ത് വെക്കാനുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിനതാ ഇങ്ങനെ അങ്ങോട്ടേക്ക് മടക്കുക. നന്നായിട്ടാവണേ, അളവ് തെറ്റിപ്പോകരുത്. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ മടക്കുക. വീണ്ടും നമ്മൾ ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഭാഗമുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അത് തുടച്ചാൽ ഇത് പോകൂല. നമുക്ക് വേറെ വേണ്ട. ഇത് ഗൈസ് നമുക്ക് വേറെ എന്തെങ്കിലും യൂസിന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ വീണ്ടും ഞാനൊരു പേപ്പർ എടുത്തു. നേരത്തെ ഇത്തിരി വെള്ളം ഇറ്റിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഗൈസ്, അതിനെ ഇങ്ങനെ അങ്ങോട്ട് മടക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കാം. വീണ്ടും ഇങ്ങനെ അങ്ങോട്ടേക്ക് മടക്കാം. നല്ല അളവായിരിക്കണം, തെറ്റിപ്പോകരുത്. ചെറിയ അളവുള്ള ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ആയുധമായിട്ടുള്ള കത്രിക എടുക്കാം. എന്നിട്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ്, കത്രിക ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അത് തീരെ ഷാർപ്പില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ക്ഷമയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കത്രിക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പേപ്പർ വേണമെങ്കിൽ വീണ്ടും A4 ഇതേപോലെ സ്റ്റെപ്പായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് പനി പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ഇത്രയാണ് കേട്ടോ പേപ്പർ കിട്ടിയത്. പിന്നെ ഇതേപോലെ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പേപ്പർ വേണമെങ്കിൽ വീണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണാം. ഞാൻ 2 ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും പേപ്പർ ആട്ടോ കിട്ടിയത്. അപ്പം അടുത്തത് ഗൈസ്, ബാദു നിക്ക്. ഇനി ഗൈസ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാപ്ലെയർ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ഗമ്മാണുള്ളതെങ്കിൽ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് സ്റ്റാപ്ലെയർ ആണുള്ളത്, അപ്പോൾ ഞാനത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഒരു ഉപകാരം ഇതുകൊണ്ട് ഇപ്പം എന്തോ ഉപകാരം, ഒരു ഉപകാരമില്ലാത്ത ഓരോ ചോക്ലി സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് ആർക്കേലൊക്കെ കൊണ്ടുപോയി കൊടുക്കും.
അമ്മ ഇതുകൊണ്ട് എന്ത് ഉപകാരങ്ങൾ പറയും പക്ഷെ ഞങ്ങൾ പോവല്ല ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ പറയും. എന്ത് ഉപകാരം എന്തടി മൊയിന്ത. അപ്പോൾ ഗൈസ് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഇതാ ഈ ഒരു വലിയ എന്താണ് റൗണ്ടുള്ള ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും. ഇനി ഗൈസ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗൈസ് ഇത് ട്രാൻസിഷൻ ആവുന്നില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും എളുപ്പപ്പണിയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ചിലതൊക്കെ ഉണ്ടാവും. ഞാൻ നല്ല എക്സ്പേർട്ടാണ് ഗൈസ്. നല്ല കൃത്യനിഷ്ഠതയുള്ള കുട്ടിയാണ്. ജിമ്മിന് പോവാൻ നമ്മുടെ ഡോണറ്റും നോട്ട്ബുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചത് ഒരു ഡോണറ്റ് മിനി നോട്ട്ബുക്ക് ആവോ? ഇല്ല, കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഗൈസ് ഇതിനൊന്ന് നമുക്ക് മിനിക്കെടുക്കാം വായോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന് എന്താന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ബ്രഷ് പെൻസ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മൾ മിനി നോട്ട്ബുക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളറാണ് എടുക്കുന്നത്. നമ്മുടെ ഡോണറ്റിൻ്റെ അതേ ഒരു കളറാണ്. ഞാനിത് ഇവിടെ കളർ കൊടുക്കുകയാണ് കേട്ടോ. ഗൈസിൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇനിയും ഒരുപാട് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വരുന്നതാണ് എൻ്റെ തോന്നൽ. ഇൻഷാ അല്ലാഹ് ഗൈസ് നമ്മുടെ പെയിൻറ്റിങ് ഇതാ ഏകദേശം എന്നല്ല ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാം. ഗൈസ് മറ്റേ ഭാഗത്ത് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നന്നായിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോണറ്റ് വേറൊരു പേപ്പറിൽ വരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വരച്ചാലോ? ഗൈസ് എനിക്ക് തീരെ വരയ്ക്കാൻ അറിയില്ല. ആ ഒരു കഴിവ് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നുണ്ട് പരമാവധി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ ഗ്ലാസ് എടുത്ത് വന്നിട്ട് വരച്ചിട്ട് വരയ്ക്കും ഗൈസ്. അപ്പം ഞാനിതേ ഇവിടെ ഇങ്ങനെയാണ് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കുറച്ച് മുട്ടേക്കാക്കി കൊടുക്കാം അല്ലേ. അങ്ങനെ അങ്ങോട്ട് വരച്ചെടുത്താൽ മതി. എളുപ്പപ്പണിയല്ലേ ഗൈസ്. ക്യൂട്ടാണല്ലോ പേര്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ എടുക്കുന്നത്. വ്യക്തയോടെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിത് നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട്. ഇന്നും ഇതിലേക്ക് ക്യൂട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചതിന് കുറച്ച് പെൻസിലിൻ്റെ അടയാളങ്ങളുണ്ട്. അത് ഞാനിതാ ബ്ലാക്ക് ലിഗോണ്ട് ഇങ്ങനെ ഇവിടെ മാത്രം ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് കൂടുതൽ നമ്മൾ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഡോണറ്റ് ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും ഡോണറ്റ്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ പാതുക്കാക്കരക്കാൻ കൂടി പശുണ്ട്, അത് നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് പശ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് നമുക്കിനി ഇത് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഗൈസ് ഞാനിതേ നോട്ട്ബുക്ക് കൂടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഗൈസ് നമ്മുടെ ഡോണറ്റ് മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, എല്ലാവരും അത് ക്ഷമിക്കാം, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കുന്നു. ഇവിടെ പശയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഗൈസ് നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാലോ. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളതത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.